കഴിഞ്ഞ ദിവസം ലോറി അപകടത്തിൽപ്പെട്ട ആദവനാട് ആണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ഈ നിൽക്കുന്ന മേഖല സ്പിന്നിംഗ് മില്ലിൻ്റെ ഭാഗം എന്നാണ് പറയുക. ഒരു മൂന്നും കൂടിയ ജംഗ്ഷനാണ്. ഇവിടുന്ന് കാർത്തല ഭാഗത്തു നിന്ന് വരുന്ന റോഡാണിത്. ഈ റോഡിലൂടെയാണ് ബ്രേക്ക് നഷ്ടപ്പെട്ട ലോറി കുതിച്ചു പാഞ്ഞ് വന്നത്. ഈ റോഡിൻ്റെ വലതുവശത്ത് തന്നെ ഒരു ഉപയോഗശൂന്യമായ ക്വാറി നമുക്ക് കാണാൻ കഴിയും. ഒരുപക്ഷെ ഈ ഒരു ക്വാറിയിലേക്ക് വീഴണ്ട എന്ന് വിചാരിച്ച് ഡ്രൈവർ വാഹനം ഇടത്തോട്ട് വിട്ടിച്ചതാകാം. അങ്ങനെ ഈ റോഡിലൂടെ കുതിച്ചു പാഞ്ഞു വന്ന ലോറി നേരെ ഇവിടേക്ക് ഇടിച്ച് കയറുകയാണ് ഉണ്ടായത്. ഒരുപക്ഷെ നിയന്ത്രണം നഷ്ടമായതുകൊണ്ടാകാം ലോറി പിന്നെയും ഇടത്തോട്ട് നീങ്ങി ക്വാറിയിലേക്ക് പോയത്. നേരെ പോവുകയാണെങ്കിൽ ഒരുപക്ഷെ ഈ ഒരു മരങ്ങളിലേക്ക് തട്ടി നിന്ന് ഒരു ജീവൻ നഷ്ടപ്പെടുന്ന സാഹചര്യം ഉണ്ടാകില്ലായിരുന്നു. പക്ഷേ ദൗർഭാഗ്യവശാൽ നിയന്ത്രണം തെറ്റിയ ലോറി നേരെ ഇവിടെ ഈ റോഡിൽ നിന്ന് ഏകദേശം ഒരു 30 മീറ്ററിലധികം 50 മീറ്ററോളം ദൂരെയാണ് ഈ ഒരു ഒഴിഞ്ഞ ക്വാറിയുള്ളത്, പാറമടയുള്ളത്. ഈ ഒരു പാറമടയിലേക്ക് ലോറി നേരെ മൂക്കുകുത്തി വീഴുകയായിരുന്നു. ഏകദേശം 90കളിലൊക്കെ പ്രവർത്തനം അവസാനിപ്പിച്ച പാറമടയാണിത്. 70 അടിയിലേറെ ആഴമുണ്ട് എന്നാണ് പ്രദേശവാസികൾ പറയുന്നത്. അത്രയും ആഴത്തിലേക്കാണ് ഈ ലോറി വീണത്. നമുക്ക് ഈ ക്വാറിയിലെ വെള്ളത്തിൽ കാണാം ലോറിയിലെ സാധനങ്ങളുടെ അവശിഷ്ടങ്ങളൊക്കെ ഇതിൽ ചേറിക്കിടക്കുന്നത് കാണാം. ഒരു ഭഗീരഥ പ്രയത്നം തന്നെയായിരുന്നു ഈ ലോറി പുറത്തെടുക്കാൻ വേണ്ടി വന്നത്. എന്നാൽ ഈ അപകടത്തെക്കുറിച്ച് പ്രദേശവാസികൾ പറയുന്നത് ഇപ്രകാരമാണ്. പ്രതീക്ഷിക്കാത്ത അപകടമാണ്. കാരണം വെച്ചാൽ അവിടുന്ന് ഇറക്കിറങ്ങി വരുമ്പോൾ യാദൃശ്ചികമായിട്ട് വന്ന അപകടമാണിത്. ബ്രേക്ക് പോയി എന്നാണ് വണ്ടിയുടെ പറഞ്ഞേക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് അവർ ചിലപ്പോൾ സുരക്ഷിതത നോക്കി താഴത്തേക്ക് ഇറക്കിയതിൽ വണ്ടി ചിലപ്പോൾ കുത്തിത്തിരിഞ്ഞ് ചാടിയതാവാനാണ് സാധ്യത. ഈ ഒരു ക്വാറിയിൽ മുമ്പ് എന്തെങ്കിലും അപകടത്തിൽപ്പെട്ടിട്ടുണ്ടോ? അതിൻ്റെ മുന്നേ ഒരു ഓർമ്മയിൽ പറഞ്ഞേക്കണ്ട ഒരു വണ്ടി പോയത് അതാ കോറിയിലാണ് പോയത് അപ്പുറത്തെ പോയത്. ഇത് ആർക്കും ഇത് അറിയപ്പെട്ടില്ല. ഇപ്പോഴാണ് ഇതൊക്കെ ചിലർ അറിയുന്നത് ഈ കോറി ഇവിടെ ഉണ്ടെന്ന്. കാരണം ഇതൊക്കെ കാട് കെട്ടി കിടക്കാണ്. അപ്പൊ ആരും ശ്രദ്ധിക്കൂല. അങ്ങനെ ആയിരിക്കും വാഹനങ്ങൾ വരാൻ ഒരു സാധ്യതയില്ല. ഇല്ല വണ്ടി വരാനുള്ള ഒരു വഴിയില്ല. ഇല്ല, ഇത് പറഞ്ഞാൽ ഡയറക്റ്റ് വരുന്ന ഇറക്കത്തു നിന്ന് വരുമ്പോൾ ജസ്റ്റ് ബ്രേക്ക് പോയിട്ടുണ്ടാവും എന്നുള്ളതാണ് അതിൻ്റെ ഒരു അനുമാനത്തിൽ വരുന്ന കാരണം. അത് കാരണമാണ് ഈ ഭാഗത്തേക്ക് ഇങ്ങനത്തെ ഇങ്ങോട്ട് വണ്ടി വരലില്ല. ഇവിടെ പണ്ടൊരു നിസ്സാന്തമാർ തന്നെ വന്നിട്ട് അത് അങ്ങോട്ടാണ് ചാടിയത്, അപ്പുറത്തേക്ക് ചാടി. അത് വലിയ ചെറിയ പരിക്കുകളോട് കൂടി രക്ഷപ്പെട്ടു. ഇങ്ങോട്ടെന്നില്ല, അത് നേരെ ആ ചാലിക്കാണ് പോയത്. ആ ചാലിനോട് ചാടിയിട്ട് അങ്ങോട്ടാണ് വന്നത്. അത് കാരണം ചെറിയ പരിക്കല്ല, അത്യാവശ്യം നല്ല പരിക്കുണ്ടായിരുന്നു. അത് ഇതേമാതിരി തന്നെ ജീവൻ തിരിച്ചു കുട്ടികൾക്ക് വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. ഇത് ബൈ ചാൻസ് വന്നൊരു സംഭവമാണ്. ആർക്കും ഒന്നും പറയാൻ ഒന്നും ചെയ്യാൻ പറ്റാതെ സ്വന്തം കൂടി കിടക്കണോണ്ട് കാട് പിടിച്ച് കിടക്കണോണ്ട് ശ്രദ്ധയിൽപ്പെടാത്തൊരു സിറ്റുവേഷൻ വന്നു എന്നുള്ളതാണ്. അടിയിൽ റോഡൊക്കെ ഉണ്ടെന്നല്ലേ? അത് കല്ലെടുക്കാനുള്ള റോഡ് അടി വരെ പോവാ. പിന്നെ കേറാൻ പറ്റാതാവുമ്പോഴാണ് നിർത്തുന്നത്. പിന്നെ വെള്ളമൊക്കെ ആവും, വർഷത്തിൽ വെള്ളമായ പിന്നെ പറ്റാതാകുമ്പോൾ അത് നിർത്തിച്ച് പോയതാണ്. ഇതിൽ വെള്ളം വറ്റലില്ല. അത്ര ആയത്തിലാണ്. ഒരു പ്രാവശ്യം ഒരു മീനൊക്കെ വളർത്തിയിട്ട് പിടിക്കാൻ വേണ്ടിയിട്ട് വെള്ളം വറ്റിച്ചു നോക്കി, എന്നിട്ടും പറ്റിയിട്ടില്ല. പിന്നെ കുറെ ആയിരിക്കും എന്ന് വിചാരിക്കുക. നമ്മൾ ഉണ്ടായിട്ടില്ല. കാരണം പക്ഷെ വലിയ സൗണ്ടും കാര്യമൊന്നും ഉണ്ടായില്ല. ഒരു ഭാഗ്യവശാല് പെരക്കാർ കണ്ടതുകൊണ്ടാണ് അതിലൊരു വണ്ടി പൊയ്ക്കണമെന്ന് ഒരാളുണ്ടെന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അല്ലെങ്കിൽ ആ നേരത്തെ ഒരാളും ഇല്ല. വണ്ടി ചാടി വയ്ക്കാനെ പിന്നെ വണ്ടി കാണാൻ തന്നെ നമുക്ക് പറ്റിയിട്ടില്ല. ആ ഒരു കുഴപ്പമില്ല. കാരണം ഇതിൽ കുറേശ്ശെ കച്ചറ ആൾക്കാർ കൊടുന്നിടുന്നതുകൊണ്ട് നമ്മൾ വിചാരിക്കുക ഇതിൽ ആരോ എന്താ കച്ചറ കൊടുന്നിട്ടതാണ്, ഈ പൊന്തി കിടക്കുന്നത് എന്താ കച്ചറ കൊടുന്നിട്ടാന്ന് പറഞ്ഞിട്ട് ആ ഒരു പരാതി ഉണ്ടാവുള്ളൂ. പക്ഷെ ഇങ്ങനെ ഒരു വണ്ടിയോ ആളോ അതിന്റെ അടി കിടക്കുന്നത് നമ്മൾ ആർക്കും അറിയാൻ കഴിയില്ല. വണ്ടി ബ്രേക്ക് പോയി വരുന്നത് കണ്ടു. അത് വീട്ടുകാർ അവിടെ ഒരു ഒച്ച കേട്ടെന്ന് പറഞ്ഞ് എന്തോ ഒരു അവർ പറഞ്ഞ് ടയർ പൊട്ടിയെന്ന്. പക്ഷെ ടയർ പൊട്ടിയതല്ലല്ലോ. പക്ഷെ എന്തോ ഒരു ശബ്ദം അതിന് കേട്ടിക്കണ്. പിന്നെ അവർ ഞങ്ങളെ രക്ഷിക്കേന്ന് പറഞ്ഞിട്ട് ആർപ്പും ഉണ്ടായിരുന്നു. അങ്ങനെ വണ്ടി ഇതിലേക്ക് ചാടിയൊക്കെ എൻ്റെ ഭാര്യ വന്നിട്ട് ഇതിൽ കൂടെ വന്ന് നോക്കുമ്പോൾ വണ്ടിയൊന്നും കാണുന്നില്ല, ആരും കാണണമൊന്നുമില്ല. ഒരൊച്ച ഓള് കേട്ടും ചെയ്ത്. അങ്ങനെ വന്ന് ഒന്നും കാണുന്നില്ല, ഒന്നുമില്ല. അങ്ങനെ കുറച്ച് കഴിഞ്ഞ് ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ടാണ് ഡ്രൈവർ പൊന്തി വരുന്നത്. അങ്ങനെ പൊന്തി ഓൻ കുറച്ച് കരക്കൊക്കെ നീന്തി അവിടെ കിടന്ന്. അപ്പോൾ ഓനോട് ഇവിടെ പെണ്ണുങ്ങൾ വിളിച്ച് ചോദിച്ച് ഇനി ആരെങ്കിലും ഉണ്ടോ എന്തുണ്ട്, ഒരാളും കൂടി ഉണ്ട് എന്ന് പറഞ്ഞു. അങ്ങനെ ഓൻ തന്നെ അവിടുന്ന് മുസ്തഫ എന്നൊരു 5 വിളി വിളിച്ചിരിക്കണം. പിന്നെ ഓനക്ക് വിളിക്കാൻ പറ്റാതെ ഇവനവിടെ കിടന്ന്. അപ്പോഴാണ് ഇവിടെ പാലക്കാട്ടിൽ നിന്ന് ആരാ ഈ കാളുണ്ടാക്കിയ ടീം, ഇവിടുത്തേരല്ല, ഓലിങ്ങനെ നടന്നിട്ട് നമ്മളെ പടി വരെ ഇങ്ങനെ വെറുതെ കാണാൻ വേണ്ടി നെക്സ്റ്റ് വന്നത്. അത് അറിഞ്ഞിട്ട് വന്നതെന്നായിരുന്നല്ല.
ഓലോട് പറഞ്ഞപ്പോൾ ഓല് അവിടെ പോയി വണ്ടിയിൽ നിന്ന് കമ്പക്കയറൊക്കെ എടുത്തോണ്ട് ഓല് കാളണ വലിക്കണ കയറൊക്കെ കൊടുന്ന് കെട്ടിയതായപ്പോൾ എൻ്റെ ഭാര്യ പറഞ്ഞു വേണ്ട നിങ്ങൾ കയറ് കെട്ടണ്ട ഇതിക്ക് നടന്ന് പോയിട്ട് തന്നെ എടുക്കാനുള്ള വഴിയുണ്ട് ഇതിക്ക് അതിനിങ്ങനെ അത്ര കുറച്ച് താഴത്തേക്ക് ഇറങ്ങണമെന്നുള്ളൂ. അങ്ങനെ ഓല് പോയിട്ടാണ് ആ ഡ്രൈവറെ എടുത്ത് കൊടുന്ന് ഇവിടെ കയറ്റി. അപ്പോഴത്തേന് ആളും പാടുമായി വണ്ടികളൊക്കെ വന്ന് അങ്ങനെ അവരെ രക്ഷിച്ചത്, അങ്ങനെ ആശുപത്രി കൊണ്ടുപോയി. ഇതിപ്പോൾ ഈ അപ്പുറത്തൊരു കോറിയുടേത് കാണാം, ഇവിടെ ഒരു കോറി കാണാം. ശരിക്കും അപകട മേഖലയായിട്ട് തന്നെ അപകട മേഖല തന്നെയാണ്. അതിലേക്ക് 2-3 പ്രാവശ്യം വണ്ടികൾ മാറിയിട്ടുണ്ട് ഇതുപോലെ. പിന്നെ നേരെ വന്നിട്ട് ഇങ്ങോട്ട് മറിഞ്ഞിട്ട് 2 ആൾ മരിച്ചിട്ടുണ്ട് ഇത് പൊന്തയിൽ വെച്ചിട്ട് ഓട്ടോറിക്ഷ മറിഞ്ഞിട്ട്. പിന്നെ ഒരു കല്ലുവണ്ടി മറിഞ്ഞിട്ട് ഒരുത്തൻ്റെ കാലും കൈയൊക്കെ മുറിഞ്ഞിട്ടുണ്ട്. ഏറെ മണിക്കൂറുകൾ നീണ്ടുനിന്ന പ്രയത്നത്തിനൊടുവിലാണ് ഈ ലോറി പുറത്തേക്ക് എത്തിച്ചത്. അത് ക്രെയിൻ ഉപയോഗിച്ച് 8 മണിക്കൂറുകളിലെ ഏറെ സമയമെടുത്താണ് ലോറി പുറത്തെടുത്തത്. അപ്പോൾ ഇവിടെ നോക്കിയാൽ കാണാം, ഈ ഒരു ക്യാബിൻ വെട്ടിപ്പൊളിച്ചാണ് ഈ ക്ലീനറെ മുസ്തഫയെ പുറത്തിറക്കാൻ സാധിച്ചത്. ഇയാൾ അതിൽ കുടുങ്ങിക്കിടക്കുകയായിരുന്നു. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ജീവൻ രക്ഷിക്കാനായില്ല എന്നുള്ളത് വലിയൊരു വേദന തന്നെയാണ്. പക്ഷേ നമ്മൾ നേരത്തെ കണ്ട ഈ റോഡിൻ്റെ ഇരുവശത്തായിട്ടാണ് ഈ ഒരു കോറിൽ. ഇവിടെ ഈ റോഡിൻ്റെ വശത്താണെങ്കിലും ഈ കോറിയിലേക്ക് ഇതുവരെ അപകടങ്ങൾ ഉണ്ടായതായിട്ടുള്ള റിപ്പോർട്ടില്ല. പക്ഷേ ഇവിടെ പ്രദേശവാസികൾ ആവശ്യപ്പെടുന്നത് ഇനിയൊരു അപകടം ഉണ്ടാകാതിരിക്കാനുള്ള ഒരു മുൻകരുതൽ നടപടികളാണ്. അതായത് ഈ റോഡിന് ആക്സിഡൻറ്റ് സംഭവിച്ച് വാഹനങ്ങൾ ഇവിടേക്ക് വരാതിരിക്കാനുള്ള ഒരു ബാരിയർ, അതേപോലെ സൂചനാ ബോർഡുകൾ, അതേപോലെ കോറികളുണ്ട് എന്നത് കാണിക്കുന്ന സംവിധാനങ്ങൾ തുടങ്ങിയ മുൻകരുതൽ സംവിധാനങ്ങളോട് ഒരുക്കണമെന്നാണ് പ്രദേശവാസികൾ ആവശ്യപ്പെടുന്നത്. ബോർഡില്ല, ലൈറ്റുകളില്ല, അങ്ങനെയൊക്കെയുള്ള ഒരുപാട് അപാധകൾ സർക്കാർ. അപകടം ഇതിപ്പോൾ യാദൃശ്ചികമായി സംഭവിച്ചതാണ്. ഇതിന്റെ സൈഡുകൾ നമ്മൾ ഒരു ഹൈവേയിലൊക്കെ പറഞ്ഞ സേഫ്റ്റിന്റെ ഭാഗമായിട്ടുള്ള ഒരു അലൂമിനിയത്തിന്റെ അങ്ങനത്തെ സാധനം ബാരിയർ വെക്കണം. സൈഡ് ബാരിയർ വെക്കാത്തൊരു പ്രശ്നം നന്നായിട്ടുണ്ട്. ഇവിടെ മാത്രമല്ല ആ സൈഡുകളിലൊക്കെ ഉണ്ട്. അപ്പോൾ ഈ സൈഡിൽ മൊത്തത്തിൽ സൈഡ് ബാരിയർ വെക്കാനുള്ളൊരു സംവിധാനം വരണം എന്നാണ് നമ്മൾ പറയുന്നത്. ഇതൊന്നും അറിയാത്ത ഒരു പുറത്തുനിന്ന് വരുന്ന ഡ്രൈവർമാരാണ്. അവർക്ക് ഇപ്പോൾ ഇവിടുത്തെ സിറ്റുവേഷൻ ഒന്നും അറിയില്ല. ഇവിടെയുള്ളവർക്ക് അറിയില്ല ഈ കോറി. കാരണം എന്താ വെച്ചാൽ 2 സൈഡൊക്കെ കെട്ടിയിട്ടുണ്ട്. ഇങ്ങനെ ഒരു കോറി ഇതിനുള്ളിൽ നിന്ന് ഇപ്പോഴത്തെ ചെറുപ്പക്കാർക്കൊന്നും അറിയില്ല. നമ്മളെ ഈ പ്രായക്കാർ പണ്ടത്തെ കാലത്ത് ഞങ്ങളൊക്കെ കല്ലെടുത്തിരുന്ന സ്ഥലമാണ്. ഇതിൻ്റെ അടിയിൽ പോയിട്ട് ഞങ്ങൾ കല്ലെടുത്ത് വന്നിരുന്ന സ്ഥലമാണ്. അത്രയും 90 മേലെ നിർത്തിയ കോറികളത്. അന്നത്തെ കാലത്ത് കുഴി അടിച്ച് കല്ലെടുത്തിരുന്ന ആൾക്കാരാണ് ഞങ്ങളൊക്കെ. അത്ര ആളുണ്ട്. ഇതിനെ റൗണ്ട് ചെയ്തിട്ടാണ് അതിൻ്റെ അടിയിലേക്ക് ഇറങ്ങിപ്പോകും. വട്ടം ചുറ്റിയിട്ട് അതിൻ്റെ അടിയിലേക്ക് ഇറങ്ങിപ്പോകും. അന്നത്തെ കാലത്ത് ഈ ജിയോളജിൻ്റെ ബെഞ്ച് സിസ്റ്റത്തിലൊന്നും പൊട്ടിക്കണ കാലമല്ല. അന്ന് ഒരു ഇതിനനുസരിച്ച് അന്ന് പൊട്ടിക്കണ ടൈമായി. ഇപ്പോഴാണ് ബെഞ്ച് സിസ്റ്റം മുഴുവൻ അടിക്ക് പോയിട്ടുണ്ടാവും, ഫുള്ളായിട്ട് പോയിട്ടുണ്ടാവും. ഒരുപാട് കല്ലുകൾ എടുക്കുന്നുണ്ടാവും. പഴയ കാലത്ത് ഒഴിവാക്കി പറഞ്ഞാൽ അന്നത്ര ഇങ്ങനത്തെ ബ്രേക്കർ സംവിധാനങ്ങളൊന്നും ഇല്ലാത്ത കാലത്തല്ല. അന്ന് ആളുകൾ തച്ചു പൊട്ടിക്കണ കാലം. ആ കാലത്ത് ഒരുപാട് കല്ലും വെക്കണം. ഇതിലൊരു ഈ ഫ്രണ്ടേജിനൊക്കെ എത്ര ഡാമേജ് വരാനുള്ള കാരണം അതും കൂടി ഉണ്ടാവും. പിന്നെ ഇതിൽ ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഇതാണ് മെയിനായിട്ട്. സൈഡ് ബാരിയർ നിർബന്ധമായിട്ട് വെക്കാനുള്ള സംവിധാനം, അതേപോലെ തന്നെ സിഗ്നൽ ബോർഡുകൾ ഇതിൻ്റെ അടുത്തൊക്കെ വെക്കുക. എന്നാണെങ്കിലും ഇനിയൊരു അപകടം ഇവിടെ ഉണ്ടാകരുത്. അതിന് എന്താണോ വേണ്ട സംവിധാനം അത് അധികൃതർ ഒരുക്കണമെന്ന ആവശ്യമാണ് ഇവിടെ നിന്ന് ഉയരുന്നത്. എന്നാണെങ്കിലും ദൗർഭാഗ്യവശാൽ സംഭവിച്ച ഒരു അപകടം, അതിൽ നഷ്ടമായത് ഒരു ജീവനാണ്. അതുകൊണ്ട് ഇനിയൊരിക്കലും ഒരു ജീവനും പൊലിയുന്ന സാഹചര്യം ഈ ഒരു മുൻകരുതൽ നടപടി സ്വീകരിക്കാത്തത് കൊണ്ട് ഇവിടെ ഉണ്ടാകരുതെന്ന ആവശ്യമാണ് ആദവനാട് നിന്നും ഉയരുന്നത്. അഖിൽ ഓട്ടുപാറയ്ക്കൊപ്പം CB അനുമോദ്, ന്യൂസ് 18. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.